ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക്. ചെങ്കള മുത്തുമണികളെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവീതും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. വീഡിയോ കാണുന്നവർ ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഒന്നും മറന്നു പോകരുത്. ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ. അപ്പോൾ മുത്തുമണികളെ, നമുക്ക് ഇന്നത്തെ വിഷയം രേണുവാണ്. രേണുവിൻ്റെ വിഷയമായിട്ടാണ് ഇന്ന് പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം മറ്റ് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ആ വീഡിയോയിലോട്ട് പോയാലോ? ആ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവരെ കൂടെയൊക്കെ സഹകരിച്ചു കൊണ്ടിരുന്ന കൂട്ടുകാരും ഇവരെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഇവർ ആദ്യമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അവർ തന്നെയാണ് അവർ പറയുന്ന കാര്യം ആദ്യം ഒന്ന് വ്യക്തമായിട്ട് കേൾക്കുക. കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് കേൾക്കാം. സഹായിക്കാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവസരങ്ങൾ അല്ലാത്തവർക്ക് കിട്ടത്തില്ല. ഇപ്പൊ തന്നെ ഈ രേണുസുതിയൊക്കെ ഇത്രയും ആൽബങ്ങളോ ഒരുപാട് ഇപ്പൊ നമുക്കൊക്കെ എന്താണ് വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും വരുന്നില്ല. എനിക്കും പക്ഷെ എനിക്ക് അവസരങ്ങൾ വരാറുണ്ട്, എനിക്ക് മെസ്സേജുകൾ ഡെയിലി വരാറുണ്ട്. പക്ഷെ അവരുമായിട്ടുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ എനിക്ക് തയ്യാറല്ലാത്തതാണ് ഞാൻ പോകുന്നില്ല. അതിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകും. കേട്ടല്ലോ. അപ്പോൾ സംഭവം വ്യക്തമായിട്ട് തന്നെ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പുള്ളിക്കാരന് ഇപ്പോൾ വർക്കൊന്നുമില്ല. പുള്ളിക്കാരനും ആ കൂടെ നിൽക്കുന്ന പെണ്ണിനൊന്നും ഇപ്പോൾ വർക്കില്ല. ആ പെണ്ണെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. രേണുവായിട്ടൊക്കെ ആദ്യം വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ രേണുവായിട്ട് മുട്ടൻ ശത്രുതയിലുമാണ്. അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ രേണുവിന് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്, ഇവരൊക്കെ വർക്കുകൾ കിട്ടുന്നില്ല. ജലസിയാണോ? ആയിരിക്കുമല്ലേ, ചിലപ്പം അതും ആവാം, അസൂയായിരിക്കാം. എന്നാൽ അവർ പറയുന്നൊരു പോയിന്റ്, ആ ഒരു പോയിന്റാണ് മെയിൻ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമ്മൾ ഏതിനും തയ്യാറാണെങ്കിൽ, എന്തിനും തയ്യാറാണെങ്കിൽ, അതായത് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ, ആ പറയുന്ന വാക്കതാണ്, സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്തും നടക്കും ഇവിടെ. എന്ത് വേഷങ്ങളും കിട്ടും, എത്ര പേർക്ക് വേണമെങ്കിലും കിട്ടും, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ ആ അർത്ഥം തന്നെയല്ലേ എന്ന് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് പറയും. സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ, അപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ രേണു സഹകരിച്ച് കൊടുക്കുന്നതാണോ, സഹകരിച്ച് കൊടുക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ സഹകരിച്ച് കൊടുക്കുന്നത് കൊണ്ടാണോ ഇത്രയും വർക്കുകൾ കിട്ടുന്നതും ഈ ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും ഒക്കെ ഒരുപാട് ചെയ്യുന്നത്? അതുകൊണ്ടാണോ? അപ്പം അങ്ങനെയാണ്, എനിക്കറിയില്ല. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ എന്നെ തീരുമാനിച്ചോളൂ എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്കൊരു കാര്യം കൂടെ കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. അവർ തന്നെ പറയുന്ന ഒരു കാര്യം കൂടെ കേൾക്കാം. ഇപ്പൊ തന്നെ രേണുസുതി ഞാൻ തുടക്കി ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോഗ് ചെയ്തു. അന്നിട്ട കമന്റ് എന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ മഹാരാജാസ് തന്നെ ഇവന്റിൽ രേണുസുതി നമ്മുടെ നരിവേട്ട നല്ല പ്രിയമാതാകൃഷ്ണങ്ങളൊക്കെ ഇങ്ങനെ സെൽഫി എടുത്ത ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വരെ മെൻഷൻ ചെയ്ത് വിട്ട സമയത്തല്ലേ അവിടെ എന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചൊക്കെ ഇവനെ അറിയില്ല. ഇപ്പം അവരടുത്ത് പിണക്കമാണ്. ബ്ലോക്ക് ചെയ്ത് വരെ പോയി രേണു അവരെ ബ്ലോക്ക് ചെയ്ത് വരെ പോയി. കാരണം എന്ത്? താല്പര്യമില്ലാത്തതാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, താല്പര്യമില്ല. കാരണം അവർ നിൽക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ലായിരുന്നു എന്ന് പറയുന്നു. അവരുള്ളത് കൊണ്ട് വർക്കുകൾ കുറയുന്നു, അതുകൊണ്ടായിരിക്കാം അല്ലേ. അതെന്തോ ആവട്ടെ, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുക, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇനി നമ്മുടെ രഞ്ജിത്ത് സാറിനെ അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. പണ്ട് രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഈ ഡോക്ടർ രഞ്ജിത്ത് കുമാർ. പക്ഷേ രഞ്ജിത്തിൻ്റെ കുറേ കാര്യങ്ങളിലൊന്നും ഞാൻ യോജിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ രഞ്ജിത്ത് ഈ പറഞ്ഞു കൊണ്ടുവന്ന കാര്യം 100% ഞാൻ യോജിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാനും അതിനോട് എതിർത്ത് തന്നെയാണ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്നതും ആ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, സബ്സ്ക്രിപ്ഷനെ പറ്റി. അപ്പോൾ പുള്ളിക്കാരൻ അതിനെപ്പറ്റി എതിർക്കുകയും പുള്ളിക്കാരൻ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പറയുന്നൊന്ന് കേട്ടു നോക്കാം, കേട്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം. കാണിക്കുന്നത് അതുമല്ല, സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലും ഇന്റർവ്യൂവിനെ വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ ശക്തമായി അടിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. രാത്രി 8 മണി 10 മണി തൊട്ട് വെളുപ്പാങ്കാലം 2 മണി വരെ എല്ലാം കാണിച്ചു കൊടുത്തിരിക്കുമ്പോൾ പ്രായമുള്ളവർ കണ്ടല്ലോ. കുട്ടികളുടെ കാര്യം എന്തെന്ന് ആലോചിക്കുന്നില്ല. നിന്റെ മകൻ കുറെ കഴിയുമ്പോൾ 5ാം ക്ലാസ്സിലോ 10ൽ പഠിക്കും, സ്കൂൾ റൂമിനകത്തിരുന്ന് മൊബൈലിൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഒരു സാധനമുണ്ട്, അവ ഒരു 199 രൂപ 200 രൂപ അങ്ങോട്ട് ഇടയ്ക്ക് ഒരു മാസം നീ പോലും അറിയുന്നില്ല. സുഖമായിട്ട് ഇത് കാണുന്നു. കുറെ കഴിഞ്ഞ് പഠനവും പോയി, അവന്റെ ഭാവിയും പോയി, എല്ലാം പോയി. പിന്നെ അവന് നടക്കണ്ടേ തോന്നി തെണ്ടിത്തിരിഞ്ഞു. പക്ഷെ നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്.
ഫാഷൻ ഷോയിൽ പ്രദർശിപ്പിക്കാം. ഫാഷൻ ഷോയിൽ നമുക്ക് ശരീരം പ്രദർശിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് പ്രദർശിപ്പിക്കാം. അത് വേറെ ജിംനേഷ്യം, നമ്മൾ ബോഡി ബിൽഡിംഗ് കാണിക്കുന്നത്, ഇതിന്റെ പല പല നമ്മൾ ചെയ്യുന്നില്ലേ, അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതാവാം. പക്ഷെ പബ്ലിക് പ്ലേസിൽ നമ്മൾ കാണിക്കേണ്ട മാന്യത എന്തായാലും കാണിക്കണം, അതിൽ യാതൊരു സംശയം. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സമൂഹത്തിന് ദോഷം വരുന്നതും കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതും ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ വന്നതിന് ശേഷം പേരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ മൊബൈൽ വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് ആ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, അവർ ഏതൊക്കെ സൈറ്റിൽ കയറുന്നു പറയാൻ പറ്റത്തില്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇത് തന്നെയാണ് ഈ രഞ്ജിത്ത് സാറും പറഞ്ഞിരിക്കുന്നത്, പുള്ളിക്കാരനും പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. പുള്ളിക്കാരൻ അതിന് പ്രകാരം ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വീഡിയോ ചെയ്യുന്ന ലേഡീസിനൊക്കെതിരെയും രേണുവിനെതിരെയൊക്കെ കേസ് കൊടുക്കുകയും അതുപരമായിട്ട് നിയമപരമായിട്ട് പോരാടുവാൻ പുള്ളിക്കാരൻ ഇറങ്ങുകയും ചെയ്തു. ഫുൾ സപ്പോർട്ട്, വളരെ നല്ല കാര്യമാണ്. ഈ ഒരു കാര്യത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ. കാരണം ഈ ഒരു കാര്യം നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തു വരുന്നത്. ഇത് ഒരുപാട് ദോഷങ്ങളിലേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടമ്മമാർ പോലും ഇറങ്ങിയ സിറ്റുവേഷനിൽ ഈ രേണുവൊക്കെ ഇറങ്ങിയതുപോലെ തന്നെയാണ് ഇപ്പോൾ ബാക്കിയുള്ളവർ ഇറങ്ങുന്നത്. ഇതൊക്കെ കണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇറങ്ങുന്നത്. അത് അവസാനിക്കണം. അതിന് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, അത് തുടരണം. ആടാ, നിനക്ക് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ പെണ്ണുപിള്ളക്ക് രാവിലെ എന്നിട്ട് ഇതാണല്ലോ, അതുപോലെ നിന്റെ വീട്ടുകാർക്ക് മൊത്തം ഇതാണല്ലോ ഈ അസുഖം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് കപ്ലങ്ങ എടുക്കട്ടെ മാണിക്ക. അടി സക്കെ രേണു പൊളിച്ച്. ഇതുപോലുള്ള കമൻറ്റുകൾക്കൊക്കെ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. അത് പൊളിച്ച് രേണു. പക്ഷേ ഒരു കാര്യം, അതിന് നിനക്കെന്ത് ഇതുണ്ട് മറുപടി കൊടുക്കാൻ? ആദ്യം നീ നന്നാവ്. നീ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ടല്ലേ, നീ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ലേ ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുന്നത്. നീ പബ്ലിക്കായിട്ട് ആൾക്കാരെ ഇതുപോലെ കമൻറ്റ് ഇത് കൊണ്ട് വീഡിയോ ഇടുമ്പോൾ പബ്ലിക്കായിട്ട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിന് നീ രോഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്കതൊരു ഒരു കാരണവശാലും അതിന് പ്രതികരിക്കാൻ ഒരു ഇതുമില്ല, അതിനുള്ള റോയ്സും ഇല്ല നിനക്ക്. പിന്നെ നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് ഇതുപോലുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉല്ലാണ്, എനിക്കത് പ്രശ്നമില്ല, അതൊന്നും എനിക്കൊരു വിഷയമല്ല, ഒരു കാതി കൂടെ കേട്ട് മറുകാതി കൂടെ കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മറന്നുപോയോ? എനിക്ക് ആ വീഡിയോ അവിടെ വയ്ക്കാം, അതുകൊണ്ടൊന്ന് കണ്ടു നോക്ക്. ഹായ്, ഹലോ, രേണുസുതിയാണ്. അപ്പം എന്താ പറയുക, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. യാതൊരുവിധ ബന്ധവും ഇല്ലാത്തവരൊക്കെ വന്ന് തെറി വിളിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എല്ലാ വിവാദങ്ങളോടുമുള്ള എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാദങ്ങൾ ഇതിൽ കൂടുതലൊന്നും ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ വിഷയമേ അല്ല എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇത് കണ്ടുകൊണ്ടും കേട്ടാ. അപ്പോൾ ഇതുപോലെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മറവി ഇതിൽ കൂടുന്നുണ്ട് രേണുവിനക്ക്. രശ്മ തങ്കച്ചൻ മറവി ഇതിൽ കൂടുന്നുണ്ട് കേട്ടോ. മറവി നല്ലതല്ല. ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ലെന്നും അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്നും സ്വന്തം മൊബൈലിൽ ചാറ്റ് ചെയ്തിട്ടില്ലെന്നും മാനേജറെ പറയാനും ഒക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ പല കാര്യങ്ങളും നീ മറന്നു പോകുന്നുണ്ട്. അത് തുറക്കുന്ന നുണ പറയാനാണോ എന്നൊരു സംശയം. ഇപ്പം സംശയമല്ല, അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്തൊരു കാര്യം കൂടെ കാണാം നമുക്ക്. രേണുസുതി രേഷ്മ തങ്കച്ചൻ വന്ന് കമൻ്റ് ഇടാതെ ഞാൻ ഇനി ഷർട്ട് ഇടത്തില്ല. ഒരുത്തം വന്നിട്ട് പറഞ്ഞതാണ് കേട്ടാ. കമൻ്റ് ഇടാതെ ഞാൻ ഇനി ഷർട്ട് ഇടത്തില്ല എന്ന് പറഞ്ഞ് ഷർട്ട് ഊരി വെച്ചു. രേഷ്മ വന്ന് കമൻ്റ് ഇടണം, രേഷ്മ തങ്കച്ചൻ വന്ന് കമൻ്റ് ഇടണം. രേണു നീ കമൻ്റ് ഇടാതെ ഭാഗത്തില്ല എന്ന് പറഞ്ഞിട്ട് ഷർട്ട് ഊരി വെച്ചു. ഭാഗ്യം അവൻ ഷർട്ടേ ഊരിയോളൂ. ഇനി അവനും സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ടി വന്നുള്ള അവസ്ഥയായിട്ട് ചോദിക്കണം. അപ്പോൾ ഷർട്ടേ ഊരിയോളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ രേണു ഭയങ്കര സ്നേഹിതരല്ലേ, രേണു ഭയങ്കര സ്നേഹമുള്ള ആളല്ലേ. അവൻ ഷർട്ട് ഊരിയത് കണ്ടപ്പോൾ അങ്ങ് സഹിച്ചില്ല. ഉടനെ രേണു പോയി കൊടുത്തു. നിങ്ങൾ വിചാരിക്കണമെന്നല്ല, കണ്ടു നോക്ക്. ആദ്യം ഷർട്ട് ഒന്ന് ഇട്ടാൾട്ടോ. രേണുസുതി മെസ്സേജ് അയച്ച് വീഡിയോ കൊളാബും ചെയ്ത്. നീ ചിലരൊക്കെ പറഞ്ഞത് നീ ജീവിതകാലം മുഴുവൻ ഷർട്ട് ഇടേണ്ടി വരില്ല. അപ്പൊ കണ്ടില്ലേ ഷർട്ട് ഇട്ടത്? ചിലരെ കഴപ്പങ്ങ് തീർന്നില്ലേ. എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലത്തെ ഒക്കെ. അപ്പൊ നമ്മളതിലൊക്കെ കേട്ട് ഇപ്പുറത്തു കൂടി വിടുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. എല്ലാവരും കഴപ്പങ്ങ് തീർന്നില്ലേ? സന്തോഷമായില്ല എല്ലാവർക്കും. നമ്മുടെ മുത്താണ് രേണു, സ്വത്താണ് രേണു, മുത്താണ് രേണു, സ്വത്താണ് രേണു പോയി കമന്റ് ഇട്ടു, രേണു പോയി കൊളാബ് ചെയ്തു, എല്ലാം ചെയ്തു.
കൊളാബ് ചെയ്ത് കൊളമായി അല്ലേ? ശരി, കൊളാബ് ചെയ്തു, കമൻ്റ് ഇട്ടു, എല്ലാം കഴിഞ്ഞു, അവൻ ഷർട്ടും ഇട്ടു. പിന്നെ അവൻ്റെ കുറേ ന്യായങ്ങൾ. ഈ ചെവി കൂടെ കേട്ട ആ ചെവി കൂടെ കളയി നടക്കട്ടെ. ഇതൊക്കെ എന്തോ നടക്കണമെന്ന്. ഇനി അവന് സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. രേണുസുതി പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് ഇരുന്നോളി നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ഇരുന്നോ. കേട്ടോ നോക്ക്. ഒരു പാട്ട് പാടിയാലോ? എന്നാ പാട്. ഓക്കെ, പാടിക്കാം. പാടി ചേച്ചി. ആ, അയ്യോ, എന്താ നോക്കിയാണ് പാടിയത്. നോക്കി പാടിയിട്ടാണ് ഈ ഗതി. അതിലൊക്കെ ഒരു വെവിളിത്തരം കാണിക്കരുത്. വെവിളിത്തരം അഹങ്കാരമൊന്നും പാടില്ല ഒരു കാര്യത്തിൽ. അത് വേണമെന്ന് വിചാരിച്ച് ചെയ്യണമായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്ത് കോമാളിത്തരം കാണാൻ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലേ? അങ്ങനെയല്ലേ? പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ വേറെ കാര്യം അറിഞ്ഞായിരുന്നോ? രേഷ്മ തങ്കച്ചൻ്റെ, നമ്മുടെ രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഉടനെ തന്നെ പൂട്ടുമെന്നാണ് അറിഞ്ഞത്. വലിയ താമസം കാണൂല എന്ന് പറയുന്നു. സൈബർ സെല്ല് സ്വമേധയ കേസെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സൈബർ സെല്ല് സ്വമേധയ കേസെടുത്തുവെന്നോ, പിന്നെ അത് കാരണം ഇൻസ്റ്റഗ്രാം പൂട്ടുവെന്നോ ഒക്കെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഡോക്ടർ രഞ്ജിത്ത് കുമാറിൻ്റെ കേസ് മുഖാന്തരമാണോ സംഭവിച്ചതെന്നും അറിയില്ല. എങ്ങനെയായാലും ഇൻസ്റ്റാഗ്രാം പൂട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ രേണുവിന് പിന്നെ അതുപാട് പണിയായി. ഫേസ്ബുക്ക് ഒരെണ്ണം പോയി, അടുത്തന്നെ ഇൻസ്റ്റാഗ്രാം കൂടെ പൂട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക രേണു? സബ്സ്ക്രിപ്ഷനൊക്കെ പൊളിയുമല്ല, ആരാധകരൊക്കെ വിഷമത്തിലാവുമല്ലോ. എന്തായിരിക്കും അവസ്ഥ? കാർത്തികയൻ വളർത്തിയൊരു മൂത്ത മോള് കാർത്തുവിൻ്റെ തോർത്തം കാണും കൂർത്ത മുള്ളിൽ കോർത്തോ. കണ്ടു നോക്ക്. അങ്ങനെ കാർത്തികേൻ്റെ തോർത്ത് കാർത്തൂൻ്റെ തോർത്ത് കീറിയോ? എന്തായാലും ശരി. എന്തായാലും രേണു അടപടലം പൂട്ടി തുടങ്ങിയിരിക്കുന്നു. അടപടലം രേണുവിന് പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഫേസ്ബുക്കിൻ്റെ പിന്നാലെ തന്നെ ഇൻസ്റ്റഗ്രാമും പോകുമെന്ന് പറയുന്നു. പല കള്ളങ്ങളും പൊളിഞ്ഞ് നാമശേഷമായിക്കൊണ്ടിരിക്കുന്നു. കള്ളങ്ങളൊന്നും മുന്നോട്ട് കയറുന്നില്ല. പഴയതുപോലെ പരിപാടികളൊന്നും നടക്കുന്നില്ല രേണുവിന്. അപ്പോൾ എന്തായാലും കാണാം ഇനി എന്ത് നടക്കാൻ പോകുന്നത് കണ്ടറിയാം. അപ്പോൾ ചങ്കളെ വീഡിയോ കണ്ടതിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.